ഹിസ്റ്ററി വരെ ഞാനിങ്ങനെ ലൈൻ ബൈ ലൈൻ നോട്ട് ചെയ്തു. ഇതൊക്കെ ഒരു പരിധിക്കപ്പുറം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് ആയിട്ട് എനിക്ക് വീണ്ടും ഒരു സംഭവം വരാൻ തുടങ്ങി. മൈൻഡ് ഏകദേശം ഇങ്ങനെ കൂളായി. ഞാൻ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി. അതോടെ എൻ്റെ കൺട്രോൾ പോയി. കരച്ചിലുണ്ട്. ഇപ്പം എൻ്റെ ഉമ്മച്ചിയാണെങ്കിൽ അതിലും കരച്ചിൽ. ഹലോ, അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ BDS ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഞാൻ എന്തിനാണ് ഡ്രോപ്പ് ചെയ്ത്, എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്ത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാതും കൂടെ എൻ്റെ ഒരു നീറ്റ് ജേർണി തന്നെയായിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വലിയ മോട്ടിവേഷണൽ സ്റ്റോറിയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഒരാൾക്കെങ്കിലും ഇത് കണ്ടിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നാതിരുന്നാൽ അതൊരു നല്ല കാര്യമല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ് നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് അഷിത അഷ്റഫ്. ഞാനിവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവല്ലൂർ, ചെന്നൈയിൽ MBBS പഠിക്കുകയാണ്. സോ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നെങ്കിലും എൻ്റെ വാപ്പച്ചി ഉമ്മച്ചി എന്നെ പഠിപ്പിച്ചത് ഒരു CBSE സ്കൂളിലാണ് 7th വരെ. അപ്പോൾ ആ സ്കൂളിലെന്ന് പറഞ്ഞാൽ അവിടെ ആകെ കുറച്ച് കുട്ടികളുള്ളൂട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളായിരിക്കും അവിടുത്തെ മെയിൻസ്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഐഷയും നമ്മളെല്ലാത്തിലും ഫസ്റ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ എലക്യൂഷൻസ്, എക്സാംസ്, ഡ്രോയിങ് കോമ്പറ്റീഷൻ, അങ്ങനെ എല്ലാ സംഭവത്തിലും നമ്മളായിരിക്കും ടോപ്പ്. അങ്ങനത്തെ ഒരു സംഭവമാണ് ആ സ്കൂളിൽ. പിന്നെ ഞാൻ 8th ഞാൻ അവിടുന്ന് സാധാ സ്കൂളിലോട്ട് മാറുന്നത്, എന്ന് പറഞ്ഞാൽ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളിലോട്ട് മാറുന്നത് 8th, 9th, 10th. അപ്പോൾ നമ്മൾ അത്രയും കാലം കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂൾ പഠിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ കുറേ കുട്ടികളുള്ള ഒരു 5000 കുട്ടികളുള്ള ഒരു സ്കൂളിലോട്ട് പോവാണ്. അങ്ങനെ LMN വരെ ഡിവിഷനൊക്കെ ഉള്ളൊരു സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്കിങ്ങനെ ഒരു ചെക്കന്മാരിങ്ങനെ ഓടിക്കളിച്ചിട്ട് എന്നെ വീഴ്ത്തിയിട്ട്, അപ്പം ഞാൻ ഈ സ്കൂളിൽ വന്ന് ഞാൻ പെട്ടല്ലോ എന്ന് ആലോചിച്ച്, എനിക്ക് സ്കൂളിൽ വരണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ചു. പക്ഷെ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സായി, ലൈഫായി, സെറ്റായി. അങ്ങനെ 8th, 9th, 10th എൻ്റെ ഫേവറേറ്റ് പീരീഡ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ LMN വരെ ഡിവിഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടുന്നും ഞാൻ നല്ലപോലെ പഠിച്ചിരുന്നു അത്യാവശ്യം. അങ്ങനെയാണെന്ന് എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്നും അവിടുന്നാണ് ആക്ച്വലി നമുക്കൊരു കോമ്പറ്റീഷൻ ഫീൽ കിട്ടിയത്. കാരണം കുറേ കുട്ടികളുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ കഴിവുകൾ വളർത്താനും, കാരണം കുറേ കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ പള്ളിക്കുറുപ്പ് സ്കൂളാണ്. പാലക്കാടുള്ള ശബരി HSS പള്ളിക്കുറുപ്പിലാണ് ഞാൻ പഠിച്ചത്. അപ്പം എൻ്റെ സ്കൂൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഉമ്മച്ചി അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആ സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് IAS ആവണമെന്നായിരുന്നു ആഗ്രഹം. IAS ആവണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ മനുഷ്യന്മാരായിട്ടൊക്കെ കൂടുതൽ കണക്ഷൻസ്, കൂടുതൽ ബന്ധം ഉണ്ടാവുന്നത് IAS ഓഫീസേഴ്സാണ്. അവർക്കാണ് ഇവരുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാൾ ആവണം, അങ്ങനത്തെ എന്തെങ്കിലും ഒരാളാവണം എന്നുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ നമ്മൾ ചെറുതാകുമ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയില്ല. ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഡിഗ്രി വേണം IAS എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം ഡോക്ടറാവാം. കാരണം ഡോക്ടറും ഇങ്ങനെ പേഷ്യൻസൊക്കെ വരുമ്പോൾ അവരിങ്ങനെ കുറേ പ്രശ്നമായിട്ടൊക്കെ വരും. ഡോക്ടർ അതിങ്ങനെ സുഖമാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരാളാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് അപ്പോൾ ഡോക്ടറായിട്ട് ഒരു ഡിഗ്രി വേണമല്ലോ, അപ്പോൾ ഡോക്ടറായിട്ട് പിന്നെ നമുക്ക് IASനെ പറ്റിയൊക്കെ ആലോചിക്കാം. ഡോക്ടർ നല്ലൊരു പരിപാടിയാണെന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഡോക്ടറാവാം. അപ്പോഴും എൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്തോ കിട്ടാത്തൊരു സാധനമാണ്. കാരണം അതായത് ആ സമയത്ത് അവിടെ ഭയങ്കര പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരു സീനിയറൊക്കെ പോയിട്ട് MBBSന് നീറ്റിന് എൻട്രൻസിന് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണോ, ഇതെന്താ കിട്ടാത്തൊരു സാധനമാണ്, ഭയങ്കര ട്രെയിനിങ്ങുള്ളവർക്ക് മാത്രം കിട്ടുന്ന എന്തോ സാധനമാണ്, അത്രയും ടഫസ്റ്റ് എക്സാം ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ കണക്കൂട്ടായിരുന്നു, എനിക്ക് +1 +2 തന്നെ പഠിക്കണം, +1 +2ൻ്റെ കൂടെ തന്നെ കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലും പിന്നെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കി. അന്ന് കോട്ടക്കലൊക്കെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ കോച്ചിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കുമല്ലോ ഇങ്ങനെ ഇതിൻ്റെ പറ്റി അഭിപ്രായം, നമ്മൾ കുടുംബക്കാരോട് അങ്ങനെ. അപ്പോൾ പലരും പറഞ്ഞു എന്താ പറയുക, ഹോസ്റ്റലൊന്നും പോയി നിൽക്കുന്നത് നല്ലതല്ല, പെൺകുട്ടികൾ അങ്ങനെ എന്നൊക്കെ പല വർത്തമാനങ്ങൾ. അപ്പോൾ പിന്നെ അവസാനം ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ നല്ലൊരു സ്കൂളിൽ ചേർന്നു. അപ്പോൾ +1 +2 നമ്മൾ ട്യൂഷന് ചേർന്നു. ട്യൂഷൻ പ്ലസ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാണ് ചേർന്നത്. അപ്പോൾ നമ്മളെ മനസ്സിലെന്താ ഇതന്നെ ഭയങ്കര സംഭവമാണ്, ഇവിടെ നിന്ന് ഒക്കെ സെറ്റാക്കി ഞാൻ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ എനിക്ക് കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എനിക്കിത് കിട്ടാത്ത എന്തോ സാധനമാണ്, ഭയങ്കര റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനം, എനിക്കൊന്നും കിട്ടൂല എന്നുള്ള എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കുറേ മെറ്റീരിയൽസ് ഒക്കെ തരും, നമ്മൾ അതൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ നിഷിത പുരോഹിത് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ 2017 ടോപ്പറാണ്. പക്ഷേ എനിക്ക് ആളുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആളുടെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക. അപ്പം ആളിങ്ങനെ പറയുമായിരുന്നു NCERT ലൈൻ ബൈ ലൈൻ വായിച്ചാൽ മതി എയിംസ് വരെ കിട്ടാമെന്നൊക്കെ നമ്മുടെ ഇൻ്റർവ്യൂവിലൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഈ NCERT തന്നെ നമ്മുടെ ഹിസ്റ്ററി ഇല്ലേ തുടക്കത്തിലൊക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ആ ഹിസ്റ്ററി വരെ ഞാനിങ്ങനെ ലൈൻ ബൈ ലൈൻ നോട്ട് ചെയ്തു. ആരോടും പറയാൻ പോലും പറ്റില്ല, ഇതൊക്കെ അത്രക്കും വലിയ പൊട്ടത്തരാണ്. ഞാൻ അത്രക്കും എനിക്കിതെങ്ങനെ പഠിക്കണം
പഠിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് വാങ്ങണം, എനിക്ക് എന്തായാലും ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ലൈൻ ബൈ ലൈൻ നോട്ട് എഴുതായിരുന്നു. എന്ന് പറഞ്ഞാൽ +1 +2 ഫിസിക്സൊക്കെ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ നോട്ട് ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും ഞാൻ ലൈൻ ബൈ ലൈൻ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം നീറ്റ് എഴുതിയപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഈ സംഭവം എളുപ്പമാണ്, പക്ഷേ എന്നെ പഠിപ്പിച്ച ഒരു രീതി, ഞാൻ പഠിച്ചത് ശരിയായില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. നമ്മൾ ഇതുവരെ കോച്ചിങ്ങിനൊന്നും പോകാണ്ട് എഴുതി, പക്ഷെ ആ ഒരു ട്യൂഷൻ സെൻറ്ററിൽ എനിക്കായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പം അങ്ങനെ ഞാൻ ആ ഇത് വെച്ചിട്ട് നമ്മൾ പാലാ ബ്രില്യനിലോട്ട് പോവാണ്. അപ്പോൾ ഇനിയാണ് ഗൈസ് കഥ ആരംഭിക്കുന്നത്. നേരെ പാലാ ബ്രില്യനിലോട്ട് പോവാണ് ഞാൻ. പാലാ ബ്രില്യൻ മുത്തോലി. അപ്പോൾ ഇതുവരെ ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല. അപ്പം പക്ഷേ എനിക്കങ്ങനെ ഒരു വലിയ ഹോം സിക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു അനിയൻ അപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അവനെ വിട്ട് പോകുന്നതിലൊരു ചെറിയ സംഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ വേറെ വലിയ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ പോയിട്ട് വീട് മാറി നിൽക്കുന്നതിന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അക്കാഡമിക് സ്ട്രെസ്സ് കാരണമാണ് പിന്നെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായത്. അല്ല, വേറൊരു കാര്യം പറയാം. ഈ അടുത്ത് ഞാനൊരു ഓൺലൈൻ ഏതോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളിങ്ങനെ റീൽസൊക്കെ ഇപ്പോൾ വൈറലാണല്ലോ, ഇങ്ങനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സാറുമാർ ടീച്ചർമാരൊക്കെ മോട്ടിവേഷണൽ അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ഏതോ ഒരു ലേഡി ടീച്ചർ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നമുള്ളത്, നിങ്ങളുടെ പാരൻസിനെ പറ്റി ആലോചിക്കും, നിങ്ങൾ അതാലോചിക്കും ഇതാലോചിക്കും, നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നമുള്ളത്, നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ വരുന്നുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സെന്ന് പറയുന്ന സംഭവം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ആങ്സൈറ്റി, ഇതൊക്കെ ഒരു പരിധിക്കപ്പുറം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഞാൻ തന്നെ അവിടെ കണ്ടിട്ടുണ്ട് പല കുട്ടികളും വീട്ടുകാരുടെ നിർബന്ധത്തിന് വന്നിട്ട് എന്താ പറയുക സഫർ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നവർ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടെ ഒരു ആങ്സൈറ്റി വരാനുണ്ട്. അതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഞാൻ ഇനി എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 720-ൽ 720 വാങ്ങണം. അതിനുള്ള A to Z ഫെസിലിറ്റീസും ബ്രില്യൻ്റിലുണ്ട്. ഇത് ബ്രില്യൻ്റിൻ്റെ ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അവിടുത്തെ ഏതൊരു സ്റ്റാഫ് ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ ലെവലിലുള്ളൊരു സ്റ്റാഫ് മുതൽ നമ്മളെ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സ് വരെ ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെയാണ് അവിടുത്തെ കുട്ടികളോട് പെരുമാറുക. നമ്മുടെ മാർക്ക് വെച്ചിട്ടോ ഒന്നും നമ്മളോട് അവിടെ ഒരു പാർഷ്യാലിറ്റി ആരും കാണിക്കില്ല. നമ്മൾ ഏത് ഡൗട്ട് കൊണ്ട് ചെന്നാലും എങ്ങനത്തെ മാർക്കുള്ളൊരു കുട്ടിയാണെങ്കിലും അവിടെ ഈക്വലായിട്ട് നമുക്കത് പറഞ്ഞുതരും, ഈക്വലായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യും, ഈക്വലായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ ബ്രില്യൻറ്റിൽ. അതായത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 വാങ്ങാനുള്ള ഫെസിലിറ്റീസും ബ്രില്യൻറ്റിലുണ്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് പഠിക്കുക, അവിടുത്തെ എല്ലാ സംഭവങ്ങളും യൂട്ടിലൈസ് ചെയ്യുക. അവിടെ ഏറ്റവും ബെസ്റ്റ് ലൈബ്രറി ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. ഓൺലൈൻ ലെക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. യൂണിറ്റ് ബൈ യൂണിറ്റ്, ലൈൻ ബൈ ലൈൻ, എന്ത് വേണോ എല്ലാം അവിടെ ഉണ്ട്. ബ്രില്യൻറ്റിൽ ചെന്നപ്പോൾ ഞാൻ ഇത്രയും കുട്ടികളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ 7:30 to 4 ആയിരുന്നു ഞങ്ങളുടെ ടൈം. ഓഫ്ലൈൻ ക്ലാസ് ആണ് കേട്ടോ, ഓൺലൈൻ അല്ല, ഓഫ്ലൈനാണ്. അപ്പോൾ 7:30 to 4:30 എന്തായിരുന്നു നമ്മുടെ ടൈം. അപ്പോൾ നമ്മൾ രാവിലെ 7:30ക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ സ്കൂളിലൊക്കെ എന്തായിരുന്നു 40 മിനിറ്റ് ആയിരുന്നു ഒരു പീരീഡ്. നമ്മൾ 40 മിനിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെയാണ് ഒരു പീരീഡ്. അപ്പം ഞാനിരുന്നങ്ങ് ക്ഷീണിക്കുകയാണ്, ഉറങ്ങുവാണ് ക്ലാസ്സിലിരുന്ന് ഉറങ്ങി തൂങ്ങുമായിരുന്നു. അതായത് എൻ്റെ കൺട്രോളിൽ എനിക്ക് നിൽക്കണില്ല. ഞാൻ രാവിലെ കുളിച്ചിട്ട് പോകാൻ നോക്കി, ഞാനിങ്ങനെ കണ്ണിൽ വെള്ളം തെളിക്കുമായിരുന്നു. കാരണം എനിക്ക് പഠിക്കണം, എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, ആ ഒരു സംഭവമായിരുന്നു. പക്ഷെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റണില്ല. അത്രയ്ക്കും ഞാൻ സ്ലീപ്പി ആയിരുന്നു, അത്രയ്ക്കും ക്ഷീണമായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ 8 മണിക്കൂർ ഉറങ്ങി നോക്കി, എന്നിട്ടും ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഞാനത് ഉപേക്ഷിച്ച് ഞാൻ തിരിച്ച് പഴയ പോലെ 5 മണിക്കൂർ തന്നെ ഉറങ്ങാൻ തുടങ്ങി. 5-6 മണിക്കൂർ ഉറങ്ങും. ഈ ബ്രില്യൻറ്റിനേക്കാളും വലിയ സംഭവമാണ് ഹോസ്റ്റലിൽ എനിക്കുണ്ടായിരുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്റ്റലായിരുന്നു, നല്ല ഹോസ്റ്റലായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല കുട്ടികളായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുകയാണ്, ഞാൻ ഇത്രയും കാലം കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, ഞാൻ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഡൗട്ട് തോന്നി ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി എനിക്കിത് സോൾവ് ചെയ്ത് തരികയാണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെ ഈ കുട്ടി ഇതിലേക്ക് ആലോചിച്ചെത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ബ്രില്യൻറ്റിൽ. എനിക്ക് ഓടി എത്തുന്നില്ല. അവിടെയുള്ളവരൊക്കെ PC തോമസിലും റേസിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് സെറ്റായി വന്ന കുട്ടികളായിരുന്നു. നമ്മളെവിടെയും കോച്ചിങ്ങിനൊന്നും പോകാതെ വന്നിട്ട് എനിക്കിവരെ കൂടെ ഓടി എത്തുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എത്തുന്നില്ല. ഞാൻ 1 മണി വരെ പഠിച്ചു നോക്കി. എൻ്റെ മാക്സിമം ഞാൻ പഠിക്കും. എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് വന്നാലും ഞാൻ കുളിക്കും, നിസ്കരിക്കും, ഞാൻ പഠിക്കാതിരിക്കും. അതായത് ആദ്യത്തെ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുത്തു പോകുന്ന പോർഷൻസും എല്ലാ ആഴ്ചയും നമുക്ക് ഉണ്ടാകുന്ന എക്സാമും ഒരേപോലെ ആയിരിക്കും. പിന്നെ നമുക്ക് എടുത്തു പോകുന്ന പോർഷൻസും മൺഡേ വരുന്ന എക്സാമും തമ്മിലൊരു ഗ്യാപ്പ് വരാൻ തുടങ്ങും. ഈ ഗ്യാപ്പ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒട്ടും എത്തൂല. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന അന്നൊന്നും നോക്കാതെ നമ്മൾ
മണ്ടേക്കുള്ള എക്സാമിനും പഠിക്കണം, നമുക്ക് ക്ലാസ്സിലെടുക്കണവും പഠിക്കണം. അപ്പം ഇത് നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ നമ്മൾ ലാഗാവും. ഇതാണ് യൂണിറ്റ് എക്സാമിന് നമ്മൾ തീർക്കാമെന്ന് വിചാരിക്കും. യൂണിറ്റ് എക്സാമിന് നമുക്ക് അത്രയും ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നം വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇതാണ് ഫസ്റ്റ് നമ്മൾ കോച്ചിങ്ങിനൊന്നും പോകാത്തൊരു കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ പോയുള്ള അവസ്ഥ. മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ MCQ ചെയ്ത് പഠിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നിൻ്റെ ബേസ് കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് കൺസെപ്റ്റൊക്കെ അറിയാം, ബേസ് കറക്റ്റാണ്. ആക്ച്വലി ബേസിനായിരുന്നു പ്രശ്നം. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മളെ ബുദ്ധി ചിന്തിച്ചെത്തുന്നില്ല. അതായിരുന്നു എൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ മീറ്റ് ആവാനായപ്പോഴാണ് നമുക്ക് കൊറോണ വന്നിട്ട് നമ്മളെല്ലാവരും വീട്ടിലോട്ട് വന്നു. അപ്പോൾ പിന്നെ ഓൺലൈനായി. നമ്മുടെ ഫുൾ ടൈം ടേബിൾ തെറ്റി നമ്മൾ ഓൺലൈൻ എഴുതാൻ തുടങ്ങി. പക്ഷേ ബ്രില്യൻ്റ് എപ്പോഴും സെറ്റായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം ഓൺലൈനിലാക്കി. അതായത് ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് കൂടെ പെട്ടെന്ന് ബ്രില്യൻ്റ് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചെയ്തു തന്നു. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം. പക്ഷേ എന്ത് ട്രാജഡിയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സാം മാറ്റി വെക്കാൻ തുടങ്ങി. ഈ മാസത്തിൽ നിന്ന് അടുത്ത മാസം പിന്നെയും മാറ്റി വെച്ചു. അങ്ങനെ 3-4 വട്ടം എക്സാം മാറ്റി വെച്ചു. അപ്പോൾ നമ്മളൊക്കെ എക്സാം മാറ്റി വെക്കുകയാണ്, നമുക്ക് കുറേ ടൈം കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും എക്സാം ടഫായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നീറ്റ് എക്സാം വന്നപ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് വന്നത്. അപ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് വന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് റിപ്പീറ്റ് സ്റ്റോറി. കുറേ നെഗറ്റീവ് അടിച്ചിട്ട് നമ്മൾ സിമ്പിളായതുപോലും തെറ്റിച്ചിട്ട് ആ നീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് കേരള റാങ്ക് വന്നത് ഒരു 4000 സംതിങ് ആണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ MBBS അല്ലാതെ വേറൊന്നും ആലോചിക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയില്ല, ഓക്കെ നമുക്ക് അടുത്ത നീറ്റ് എഴുതാമെന്നുള്ളൊരിതായിരുന്നു. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴും നമുക്ക് അത്രയും പേരെ ഹോസ്റ്റലിൽ നിർത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഏറ്റവും നന്നായി പഠിച്ചത്. വീട്ടിൽ നിന്നിട്ട് ഞാൻ എൻ്റെ കോൺസെപ്റ്റ്സൊക്കെ ക്ലിയർ ആക്കി എല്ലാ എക്സാം എഴുതുന്നു, പറ്റിപ്പോയത് ശരിയാക്കുന്നു, വീണ്ടും റിവൈസ് ചെയ്യുന്നു എൻ്റെ നോട്ട്സ് ഒക്കെ അങ്ങനെ എല്ലാം സെറ്റാക്കി ക്ലിയർ ആക്കി. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗോൾഡ് മെഡൽ വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു, ഞാൻ അത്രയും കാലം ടോപ്പറായി വന്നിട്ട് എനിക്ക് ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. എനിക്ക് കുറേ നെഗറ്റീവ് വരാനുള്ള ഒരു കാരണം ആക്ച്വലി ആങ്സൈറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഈ സെക്കൻഡ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ സെറ്റായിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയായിരുന്നു, എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ഞാനൊരു എക്സാമിൻ്റെ 2 ആഴ്ച മുന്നേക്കായിട്ട് എനിക്ക് വീണ്ടും ഒരു സംഭവം വരാൻ തുടങ്ങി. ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഇനി 2ാമത്തെ വർഷമാണ്. ഞാൻ ആരായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇത്രയും നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് എനിക്കിപ്പോൾ 2 വർഷം ഞാൻ കളഞ്ഞു, ഞാൻ വേസ്റ്റ് ചെയ്ത്. ഞാൻ ആലോചിക്കുന്ന എക്സാമിനെ പറ്റി എനിക്കിത് എഴുതിയെടുക്കണം, ആ സംഭവമൊന്നുമല്ല. എനിക്ക് മൊത്തം ഇങ്ങനെ ആങ്സൈറ്റി വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ എനിക്ക് ആങ്സൈറ്റി വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ഞാൻ കൂളാണ് എന്ന് വിചാരിച്ച് ഞാൻ പഠിക്കാതിരുന്നാലും ഞാൻ കൂളാണ്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 680 690 ഒക്കെ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അടിപൊളിയാണ്, എനിക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ സെറ്റാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പഠിക്കാനിരുന്നാലും എൻ്റെ മനസ്സിലെങ്ങനെ വരിക, ഈ വർഷം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ വർഷം കിട്ടിയില്ലെങ്കിൽ ആൾക്കാരെ മുഖത്തിങ്ങനെ നോക്കും, എൻ്റെ വാപ്പച്ചിയും വെച്ച് ആൾക്കാരെ മുഖത്തിങ്ങനെ നോക്കും. ഇങ്ങനെയായിരുന്നു. എക്സാമിൻ്റെ തലേദിവസമൊക്കെ ആയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടിയിട്ട് അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയിട്ട് എനിക്ക് ബയോളജിയും കെമിസ്ട്രിയും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബയോളജിയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡൗട്ടുള്ളത്, നമ്മൾ 3 റൗണ്ടായിട്ടാണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ബ്രില്യൻ്റ് പഠിപ്പിക്കുന്നത്. 3 റൗണ്ടായിട്ടാണ്. അത് ഏറ്റവും സിമ്പിളായത് ചെയ്യുക, പിന്നെ സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് അങ്ങനെ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ബയോളജിയിലും കെമിസ്ട്രിയിലൊക്കെ വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അറിയാവുന്നതൊക്കെ നല്ലപോലെ എഴുതി നമ്മൾ ഫിസിക്സ് എഴുതാൻ തുടങ്ങിയപ്പോൾ എല്ലാം ലെങ്തി ക്വസ്റ്റ്യൻസാണ്. എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, 2ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഞാൻ പാനിക്കാവാൻ തുടങ്ങി. എൻ്റെ 2ാമത്തെ വർഷമാണ്, എൻ്റെ 2 വർഷം പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഏകദേശം കിട്ടി വന്ന് ഞാനത് ചെയ്തു. എനിക്ക് ആൻസർ കിട്ടി, ഒരു ആശ്വാസം. എൻ്റെ മൈൻഡ് ഏകദേശം ഇങ്ങനെ കൂളായി. ഞാൻ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി. അതോടെ എൻ്റെ കൺട്രോൾ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലോക്കിലേക്ക് നോക്കുന്നു. സമയം ഇനി അധികമൊന്നുമില്ല, ഈ സമയം കൊണ്ട് ഞാൻ ഫിസിക്സ് തീരും, എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നീട് അങ്ങോട്ട് ഞാൻ പാനിക്കാവാൻ തുടങ്ങി. എൻ്റെ കൈയൊക്കെ വിറച്ച്, എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി. എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ. അതായത് എനിക്ക് പ്രോസസ്സ് ആവുന്നില്ല, ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് പ്രോസസ്സ് ആവുന്നില്ല.
അതായത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ ആ ക്വസ്റ്റിനെ പറ്റിയല്ല ആലോചിക്കുന്നത്. എൻ്റെ 2 വർഷം പോവാണ്, ഞാൻ വീട്ടിൽ പോയാൽ എൻ്റെ ഉമ്മാനെ കാണണം, എൻ്റെ പേരൻസ് 2 വർഷം ഞാൻ ബാക്കിയുള്ളവരെ മുഖത്ത് നോക്കണം, എനിക്കിത് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പ്രോസസ്സ് ആവണില്ല, ഒന്നും പ്രോസസ്സ് ആവണില്ല. മൊത്തം ഒരു ബ്ലാങ്കായ അവസ്ഥയായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ എനിക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഫിസിക്സ് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കെമിസ്ട്രിയും ബയോളജിയും കുറേ എഴുതാണ്ടായിരുന്നു. അതും എനിക്ക് വായിക്കാനുള്ള പറ്റുന്നില്ല, ഞാൻ സമയമില്ല. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് സമയമില്ല, വായിക്കുന്നുണ്ട് 1, 2 വട്ടം ഞാൻ വായിക്കുകയാണ് ഓരോ ക്വസ്റ്റ്യൻസ്. കാരണം എനിക്ക് പ്രോസസ്സ് ആവുന്നില്ല, ടെൻഷൻ അടിച്ചിട്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ കരഞ്ഞിട്ടാണ് പുറത്തോട്ട് വന്നത്. എൻ്റെ വാപ്ചയാണ് പുറത്തുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ വാപ്ചിനെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ അടക്കാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ തന്നെ വാപ്ചിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയി, എന്തോ സംതിങ് ഈസ് റോങ്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ പെരും കരച്ചിൽ. എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ ഉമ്മച്ചിയാണെങ്കിൽ അതിലും കരച്ചിൽ. കാരണം എൻ്റെ ഉമ്മ എന്നെ ഫുൾ പ്രതീക്ഷയിൽ പറഞ്ഞയച്ചൊരു എക്സാമായിരുന്നു ആ എക്സാം. എൻ്റെ ഉമ്മക്ക് ആ വർഷം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം എൻ്റെ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ എൻ്റെ വീട്ടുകാരെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മച്ചി, വാപ്പച്ചി, പിന്നെ എൻ്റെ ഉമ്മമ്മ, ഉപ്പപ്പ, ഈ 4 പേരെയും ആ 3-3.5 വർഷം ഞാൻ അത്രയും സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ ഇരട്ടി ടെൻഷനായിരുന്നു അവർക്ക്. ഞങ്ങളൊരു ദിവസം വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് പോയപ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞു, ഈ ആളുടെ മകനോ മകളോ എന്തോ എൻട്രൻസിന് പോകുന്നുണ്ടായിരുന്നു. ആൾ പറഞ്ഞു, ഈ എൻട്രൻസിന് അങ്ങോട്ട് പോയാൽ പിന്നെ കുട്ടികളെ കൂടെ മാതാപിതാക്കൾ നശിക്കുന്നു. അത് ആക്ച്വലി സത്യമായിരുന്നു. എൻ്റെ ഉമ്മച്ചിക്കും പാപ്പച്ചിക്കും ആ ഒരു പീരീഡിൽ ഞാൻ കൊടുത്ത സ്ട്രെസ്സ് അവർക്ക് ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും അവർ സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ സങ്കടം കണ്ടിട്ട്. എനിക്കിപ്പോൾ വേറെ എന്തെങ്കിലും പോകണമെന്നാണെങ്കിൽ അവരെന്നെ വിടുമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിന് പോണേനും എന്നെക്കൊണ്ട് ഇത് പറ്റുന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നീറ്റിന് ശേഷം എൻ്റെ മനസ്സിൽ MBBS മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് ആങ്സൈറ്റി കാരണമാണല്ലോ എനിക്ക് നീറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും കോഴ്സിന് ചേർന്നിട്ട് അതിൻ്റെ കൂടെ നീറ്റ് പഠിക്കുക എന്നുള്ള ഒരു സംസാരത്തിലെത്തി ഞങ്ങൾ. അപ്പോൾ ആ വർഷം എനിക്ക് കേരള റാങ്ക് 2000 സംതിങ് ആയിരുന്നു, 2300 2400 എന്തോ. ആ റാങ്ക് വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ BDSന് ചേർന്നു. അപ്പോൾ ഇനി നമ്മുടെ കഥ നടക്കുന്നത് തൃശ്ശൂർ ഡെൻ്റൽ കോളേജിലാണ്. അപ്പോൾ കോളേജിൽ പോയി, കോളേജിൽ ഫ്രണ്ട്സായി, വൈബായി, അടിപൊളിയായി. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്സും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷഹാന. അപ്പോൾ ഷഹാനയും നീറ്റിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഇതായി. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോകും രാവിലെ, പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് രാത്രി നമ്മൾ BDSൻ്റെ ഒന്നും നമ്മൾ പഠിക്കില്ല, പിന്നെ നമ്മൾ ഫുള്ള് നീറ്റിന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി മാത്രമേ പ്രിപ്പയർ ചെയ്യണുള്ളൂ. പിന്നെ ശനി ഞായറും ചിലപ്പോൾ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും. അങ്ങനെ ഞായറാഴ്ച കിട്ടുകയാണെങ്കിൽ അന്ന് ഫുള്ള് പഠിക്കും. അങ്ങനെ ഒരു ടൈം ടേബിളായിരുന്നു. നമുക്കവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്യാവശ്യം കമ്പനിയായി. പക്ഷേ എന്നാലും അവിടെ ഞാൻ ഇൻട്രോവേർട്ടാന്ന് വിചാരിച്ചിരുന്ന ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ അവരായിട്ട് വലിയ കമ്പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ BDSന് പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തായാലും MBBS കിട്ടിയേ പറ്റുള്ളൂ. കാരണം എനിക്കത് ഒട്ടും ശരിയാവണില്ല, എനിക്ക് ഈ കോഴ്സ് ഒട്ടും ശരിയാവണില്ല, പറഞ്ഞാൽ ഒട്ടും ശരിയാവണില്ല. എനിക്ക് ഡെൻ്റൽ സബ്ജക്ട്സേ ശരിയാവണില്ല. ഡെൻ്റൽ സബ്ജക്ട്സ് പ്ലസ് മെഡിക്കൽ സബ്ജക്ട്സും കൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ എനിക്ക് ലാബ് ഒട്ടും ശരിയാവണില്ല. എന്ന് പറഞ്ഞാൽ ഹാൻഡ് സ്കില്ല് ഒട്ടും ഇല്ലാത്ത പോലെ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ക്യൂബ് ഉണ്ടാക്കായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പം ഈ ക്യൂബ് എനിക്ക് എത്ര എണ്ണം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല. ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ക്യൂബ് ഉണ്ടാക്കിയാലും ഞാനാണ്. ഒരു 7-8 എണ്ണമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ലാബേ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പല സീനിയേഴ്സും പലരും എന്നോട് പറഞ്ഞു അവർക്കും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അപ്പോൾ ഇതൊക്കെ പിന്നെ ശരിയാകും. പക്ഷേ എനിക്ക് ഈ കോഴ്സ് പറ്റുന്നില്ല. അതായത് എൻ്റെ മനസ്സിൽ എനിക്ക് മുഴുവനായിട്ട് പഠിക്കണം, എനിക്ക് ഹ്യൂമൻ ബോഡി മുഴുവനായിട്ട് പഠിക്കണം, അങ്ങനത്തെ ഒരു ഡോക്ടർ ആവണം, അങ്ങനെ ഒരു സംഭവമായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം അത്രയും കാലം ഞാൻ ആഗ്രഹിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റത്തെ 1 മാസമായപ്പോൾ എനിക്ക് എന്തായാലും പ്രാവശ്യം കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ 1 മാസം ലീവ് എടുത്തു കോളേജിൽ നിന്ന്, എന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ക്ലാസ്സിന് നമ്മൾ പോകുന്നുണ്ട്, അപ്പോൾ ഇത് എത്തുന്നില്ല എന്നെക്കൊണ്ട്. അപ്പോൾ ഞാൻ 1 മാസം ലീവ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാനും ഷഹാനിയും ഞങ്ങൾ എക്സാം എഴുതി. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിട്ടുമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എക്സാമിന് കൂളായിരുന്നു കേട്ടോ. കൂളാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിക്ക് എന്നെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നറിയില്ല. എന്നാൽ എൻ്റെ ഉമ്മക്ക് അറിയാം എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ഇത്രയും കാലം ടോപ്പറായി വന്നതുകൊണ്ട് എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഉമ്മക്ക് അറിയാം. പക്ഷേ എൻ്റെ ഉമ്മക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ എൻ്റെ ഉമ്മച്ചി കുറേ സൈക്കോളജിസ്റ്റുകളൊക്കെ തപ്പിപ്പിടിച്ച് അവരെ കൊണ്ടുപോയി എന്നെ കാണിച്ച്, പിന്നെ അവരെന്നെ വിളിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഏകദേശം ഞാൻ അത്യാവശ്യം നല്ല കൂളായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കൂളായിട്ട് തന്നെ ഞാൻ എഴുതി. എക്സാമൊക്കെ കൂളായി എഴുതി. അങ്ങനെ ഞാനും ഷഹാനിയും അപ്പോഴാണ് തൃശ്ശൂരൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കീ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏകദേശം നമുക്ക് കിട്ടാനുള്ള ഒരു മാർക്ക് ഉണ്ടെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് NTNൻ്റെ ആൻസർ കീ വന്നത്.
എൻ്റെ ആൻസർക്ക് വന്ന് നോക്കുന്ന ആ ഒരു രാത്രി എന്താ പറയുക, കുറേ ക്വസ്റ്റ്യൻസ് ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വ്യത്യാസമുണ്ട്. ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ തൃശ്ശൂർ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞങ്ങൾ മാർക്ക് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം, ഭയങ്കരമായിട്ട് കുറഞ്ഞു മാർക്ക്. ഒരു 585, 590 ആ ഒരു റേഞ്ചിൽ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കരയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ട, കാരണം ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രാക്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ലീവ് എടുത്തതും പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് തിരിച്ച് പോകണ്ട എന്നുള്ളൊരിതായിരുന്നു. മാർക്ക് കുറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചാൽ അന്ന് രാത്രി കരഞ്ഞത്. ഉമ്മാൻ്റെ ജീവിതം തീർന്ന്, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് മൊത്തമൊരു ശൂന്യതയായിരുന്നു, ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജീവിതം മുഴുവൻ ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. കാരണം ഒരു പ്ലാൻ ബീനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ BDS ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഞാൻ പോവായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ റാങ്ക് വന്നു, മാർക്ക് വന്നു. അപ്പോൾ മാർക്കും റാങ്കൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രതീക്ഷിച്ച അത്ര നമുക്ക് കുറഞ്ഞില്ലായിരുന്നു, കുറച്ചും കൂടെ കൂടി. അപ്പോൾ 1800 സംതിങ് ആയിരുന്നു എൻ്റെ കേരള റാങ്ക്. പിന്നെ ഷഹാനക്ക് അവൾക്ക് കുറച്ചും കൂടെ മാർക്ക് കൂടി, അവൾക്ക് 605 എന്തായിരുന്നു. അങ്ങനെ ഷഹാനക്ക് എറണാകുളത്ത് MBBS കിട്ടി. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇങ്ങനെ നിൽക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, മൊത്തം ഒരു ബ്ലാങ്ക് അവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ BDS അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ കോളേജിലെ ടീച്ചേഴ്സ് ആയാലും മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ് ആയാലും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, പഠിക്കുന്നില്ലേ, എക്സാം ആവാനായില്ലേ, ഇനിയിപ്പോൾ പോകുന്ന ഉറപ്പുണ്ടോ, അങ്ങനെയൊക്കെ. അതായത് ഞാൻ മാത്രമേ ഉള്ളൂ ഷാന ഫിക്സായി പോകാൻ നിൽക്കുകയാണ്. എനിക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. അപ്പം ഞാൻ കിട്ടുമായിരിക്കും, സീറ്റൊക്കെ കൂട്ടുന്നുണ്ട്, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തെ പോലെ കുറേ പേര് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ 1800 റാങ്കിനൊക്കെ കേരളത്തിൽ തന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തു, അങ്ങനെ ഒന്നും ആവുന്നില്ല. സ്ട്രേയിൽ വരെ എന്നേക്കാൾ 2 മാർക്ക് കൂടുതലുള്ള കുട്ടിക്ക് വരെ MBBS കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതായത് 2 മാർക്കിന് എനിക്ക് MBBS പോയി. ഞങ്ങളുടെ അനാട്ടമിയുടെ ഒരു മാം ഉണ്ടായിരുന്നു, ലിൻസി മാം എന്നെ റൂമിലോട്ട് വിളിപ്പിച്ചിട്ട് എൻ്റെ പേപ്പർ കാണിച്ചു തന്നു. BDS ഫസ്റ്റ് ഇയർ അനാട്ടമിയുടെ പേപ്പർ. 50-ൽ 2 മാർക്കോ 4 മാർക്കോ എന്തായിരുന്നു. ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ഞാൻ ഫുള്ള് നീറ്റിന് പഠിക്കുമായിരുന്നല്ലോ. അപ്പോൾ മാം എന്നോട് ഇങ്ങനെ കുറേ പറഞ്ഞു, എന്തിനാണ് MBBS പോകുന്നത്, എൻ്റെ മക്കൾ വരെ അവരെ വരെ ഞാൻ MBBS വിട്ടിട്ടില്ല, ഏറ്റവും വേർത്തല്ലാത്തൊരു കോഴ്സാണത്, പോണ്ട, ഇതന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, എന്തിനാ അപ്പോൾ തനിക്ക് ഇത്ര വാശി എന്തിനാന്ന് ചോദിച്ചു. അത് ചോദിച്ചതും അതായത് അത്രയും ദിവസം ഞാൻ ഓരോ ടീച്ചേഴ്സിൻ്റെ ഇൻസൾട്ട്സ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ എണീപ്പിച്ച് നിർത്തുന്നു, എന്നോട് ചോദിക്കുന്നു, പിന്നെ വീട്ടുകാർ, നാട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഓരോ ഡയലോഗ്സ് ഇങ്ങനെ കേട്ട് മാം ഇതിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസ് റൂമിലിരുന്ന് ഉറക്കെ കരഞ്ഞു. ഞാൻ കരയാണ്. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് മാമിന് എന്നെ എന്തോ പോലായിട്ട് മാം എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, തനിക്ക് അത്ര ഇങ്ങനെ ആഗ്രഹമാണോ അതായത് മാം പേടിച്ചുപോയി. അപ്പം മാം എന്നോട് പറഞ്ഞു, തനിക്ക് അത്ര ആഗ്രഹമാണോ എന്നാൽ താൻ സെൽഫിൽ നോക്കിക്കൂടെ, അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സെൽഫിൽ പോകാനുള്ളതൊന്നും നമുക്കില്ല. ഞാനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല, ഞാൻ ഫുൾ കരച്ചിലായിരുന്നു. അങ്ങനെ എൻ്റെ പേപ്പർ മേടിച്ച് എൻ്റെ മുഖമൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഞാൻ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ കുറേ ആലോചിച്ചു. ഞാൻ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഉപ്പപ്പാനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ പാലി പോലെ വിചാരിക്കുകയാണ്. കാരണം ഇനിയിപ്പം അതായത് ഞാൻ കുറച്ച് മാസം വെയിറ്റ് ചെയ്തു, ആ ഒരു അലോട്ട്മെൻറ്റ് നടന്ന സമയത്തൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ അതായത് കൊറോണ കാരണം നീറ്റിൻ്റെ ഡേറ്റ് കുറേ മുന്നിലേക്ക് പോയില്ല. അപ്പോൾ അത് ബാക്കിലോട്ടാക്കാൻ വേണ്ടി ഓരോ വർഷം ഇങ്ങനെ ബാക്കിലോട്ട് വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 2 മാസം എങ്ങാണ്ട് ഉള്ളൂ നീറ്റിന്. അപ്പോൾ 2 മാസം ഉള്ളൂ. പക്ഷേ ഈ ലോകത്തിന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്രാവശ്യം നീറ്റ് വാങ്ങും. കാരണം എനിക്കിന്നിവിടെ നിൽക്കണ്ട, എനിക്കിവിടെ നിന്ന് പോയാൽ മതി. എനിക്കെൻ്റെ ഫ്രണ്ട്സിനെ വിട്ടു പോകുന്നതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഡെൻ്റൽ കോളേജിൽ നിന്ന് പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്കിപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല, കാരണം എൻ്റെ എത്ര വർഷം പോയി. പിന്നെ ഞാൻ BDS ചേർന്ന് ഓൾറെഡി ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പാലി പോകണമെന്നും കൂടി പറഞ്ഞാലും, കാരണം എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പഠിക്കാൻ ഒരു തീരുമാനം എടുത്താലും എന്നെ കൊണ്ടാവില്ല. ഞാനൊരു കാമായിട്ടുള്ള ബ്രില്യൻ്റ് ഹോസ്റ്റലിൽ തന്നെ പോകണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഉപ്പപ്പാനെ വിളിച്ചു, പിന്നെ എൻ്റെ വാപ്പച്ചിനെ വിളിച്ചു. അപ്പോൾ 2 പേരും പറഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു.
ആ സഫറിങ്സ് ഒക്കെ ഞാൻ ഓവർകം ചെയ്ത് ഞാൻ ഇവിടെ എത്താൻ കാരണം എൻ്റെ വാപ്പച്ചി ഉമ്മച്ചി എൻ്റെ ഉപ്പപ്പി ഉമ്മമ്മയാണ്. അവർക്ക് ഞാൻ കുറേ സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട്, കുറേ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അവർ എന്നിട്ടും എന്നോട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് താല്പര്യം അതാണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ആ സമയത്തൊക്കെ ഭയങ്കര ഒതുങ്ങിയിരുന്നു. ഞാൻ പൊതുവേ ഭയങ്കര സംസാരിക്കുന്ന ആളായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ പോയാൽ ഞാൻ അധികം സംസാരിക്കാത്ത, ഭയങ്കര ഒതുങ്ങി, എന്തെങ്കിലും എന്താ പറയുക, എനിക്ക് ജീവിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ബ്രില്യൻ്റ് പോയി. ബ്രില്യൻ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് ബെസ്റ്റ് ഹോസ്റ്റലിൽ കിട്ടി. പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. ബയോളജി ഒന്നും വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ടൈം സേവ് ചെയ്തു. പിന്നെ കുറേ മോക്ക് ടെസ്റ്റ് എഴുതി. അങ്ങനെ എല്ലാം ഞാൻ സെറ്റാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. ലാസ്റ്റത്തെ ഒരു മാസമൊക്കെ ആയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 20 ദിവസം ആ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ആങ്സൈറ്റി കയറി വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാനിനി അതായത് ഞാൻ തൃശ്ശൂർ പോകേണ്ടി വരുമോ, ഞാൻ ഡെൻ്റൽ കോളേജിൽ തിരിച്ചു പോകേണ്ടി വരുമോ, കാരണം ഞാൻ അവിടെ TC പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോരുമായിരുന്നു ഒരു ദിവസം. ഞാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കും, ഞാൻ കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിനെ എങ്ങനെ മുഖത്ത് നോക്കും. അങ്ങനെ വീണ്ടും പല ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് വരാൻ തുടങ്ങി. ഇത് മനസ്സിലോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഞാൻ നീറ്റ് കിട്ടും തന്നെ വിചാരിച്ച് ഞാൻ പ്രിപ്പറേഷനൊക്കെ അവിടെ നിർത്തി. ഞാൻ അലോട്ട്മെൻറ്റിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് 2 മാസമാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കുറേ റിവൈസ് ചെയ്യാനും റീറിവൈസ് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാർക്ക് എന്ന് പറയുമ്പോൾ കൂടിയും കുറഞ്ഞും വരും. ചില എക്സാമിന് 650 670 ആ റേഞ്ചിലുണ്ടാവും. ചില എക്സാമിന് ഒരു 580 590 അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചില ടഫ് എക്സാം വരുമ്പോൾ 550 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീട്ടിലേക്ക് എന്താണ് മാർക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ വീട്ടുകാരും ടെൻഷൻ അടിക്കുകയാണ്. കാരണം 4ാമത്തെ വർഷമാണ്, ഇനി ഒരു ചാൻസ് എടുക്കാനില്ല. ഞാനും ടെൻഷനാവാണ്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ 580 ഒക്കെ കിട്ടുമ്പോൾ ഞാനും ടെൻഷൻ അടിക്കാം. അപ്പോൾ നമുക്കൊരു അജയ് സാർ ഉണ്ടായിരുന്നു. സാറ് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാറ് കാണുന്നുണ്ടെങ്കിൽ സാർ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറായിരുന്നു ഓൺലൈൻ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സാർ കേട്ടോ. അപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറേ ഉപദേശിച്ചു. സാറിൻ്റെ മാർക്സൊക്കെ നോക്കി, എൻ്റെ പ്രീവിയസ് സംഭവങ്ങളൊക്കെ നോക്കി. അപ്പോൾ സാറാണ് എന്നെ ഇങ്ങനെ കുറേ മോട്ടിവേറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾ ഓൺലൈനിൽ അത്രയും സ്റ്റുഡൻസ് ഉണ്ട്, അത്രയും സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കുന്ന സാറാണ്. പക്ഷേ സാറ് എന്നെ അന്ന് വിളിച്ചിട്ട് കുറേ സംസാരിച്ചു. അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് കിട്ടുന്ന മാർക്ക് ഞാൻ കെയർ ചെയ്യാണ്ട് ഞാൻ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ. ഞാൻ പിന്നെ ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും മനസ്സിലായി ഞാനവിടെ നിന്നാൽ എൻ്റെ ഇത് കൊളാവുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ 2 ആഴ്ച മുന്നേ അവരെന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒന്നുകൂടെ കൂളായി കാമായി. പിന്നെ ഞാൻ എക്സാം എഴുതാൻ പോയി. അപ്പോൾ എക്സാം എഴുതാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ചിന്തകളുണ്ട്. അതായത് ഇതെൻ്റെ ലാസ്റ്റ് എക്സാമാണ്, എനിക്ക് എന്തായാലും കിട്ടും. ആ ഒരു നീറ്റ് ജേണിയിൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്കിത് കിട്ടുമോ, എനിക്കിത് കിട്ടാത്ത എന്തോ ഒരു സാധനമാണ്. എനിക്ക് എന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടോ ഒരു ഡോക്ടറായിട്ടോ എനിക്ക് സങ്കല്പിക്കാൻ പറ്റിയിരുന്നില്ല. അതൊരു വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. അതായത് ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഫുള്ള് ടോപ്പേഴ്സ്, നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ. ഞാൻ അത്രയും കാലം ടോപ്പറായി വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, എന്നെക്കൊണ്ടൊന്നിനും കഴിവില്ല, എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അടിച്ചമർത്തി താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഞാൻ എന്നെ തന്നെ ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് കണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് നീറ്റിന് ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും വാങ്ങണം. കാരണം ഇപ്പം എനിക്ക് തന്നെ ആ ഒരു സംഭവമൊക്കെ പോയിട്ട് എനിക്ക് എന്തായാലും ഇപ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കയറണം, എനിക്ക് വൈറ്റ് കോട്ട് ഇട്ട് എനിക്ക് എന്തായാലും ഒരു മെഡിക്കൽ കോളേജിൽ കയറണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ 2 മാസമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, BDSന് ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ കഴിയൂല, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പപ്പ എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ അത്രയും ടെൻഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉപ്പപ്പാണ് ടെൻഷൻ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് തന്നെ ലാസ്റ്റ് നീറ്റിൽ എൻ്റെ കൂടെ വന്ന എൻ്റെ ഉപ്പപ്പാണ്. എൻ്റെ ഉപ്പപ്പ എൻ്റെ വാപ്പച്ചി ഉമ്മച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി എഴുതി. ഇനി എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ബയോളജി അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. ബയോളജിയിൽ എനിക്ക് ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയിൽ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സും വലിയ കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് വന്ന് എക്സാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ മാർക്ക് വെച്ച് കേരളത്തിലൊക്കെ കിട്ടും. നമ്മൾ മുന്നത്തെ വർഷം വെച്ചിട്ടാണല്ലോ കണക്കാക്കുക. അപ്പം നമുക്ക് എന്തായാലും കേരളത്തിലൊക്കെ കിട്ടുന്നുള്ളതായിരുന്നു. പിന്നെയാണ് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 720 ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് നല്ലപോലെ കൂടുന്ന ശിവൻ സാർ ഇങ്ങനെ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പേടിയായി, പഠിച്ചോനെ ഇനി ഈ വർഷം കിട്ടൂലേ, കിട്ടാണ്ടിരിക്കുമോ, അങ്ങനെ ഒരു പേടിയായി. പിന്നെ NTA ആൻസർക്ക് വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്നുകൂടി മാർക്ക് കുറഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കര പേടിയായി എനിക്ക്. ഞാൻ എന്താ പറയുക, ഭയങ്കര പ്രാർത്ഥന. എൻ്റെ ഉമ്മച്ചി ഉമ്മമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ടെൻഷൻ അടിച്ച സമയമാണ് അത്, ആ റിസൾട്ട് വരുന്നത് വരെ. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം നമ്മളിങ്ങനെ
എന്താ പറയുക, റിസൾട്ട് ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഞാൻ ഈ ജീവിതത്തിൽ അത്രയും ടെൻഷൻ അടിച്ചൊരു സമയം വേറെ ഉണ്ടായിട്ടില്ല. ജീവിതം മുഴുവൻ വന്ന് ആ പോയിന്റിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ആ സമയത്ത്. അങ്ങനെ റിസൾട്ട് വന്നു. അൽഹംദുലില്ലാഹ്, ഇന്ത്യയിൽ ഒരു MBBS കിട്ടാനുള്ള മാർക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരിതായിരുന്നു. കേരളം നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും MBBS കിട്ടാനുള്ള മാർക്ക് ഉണ്ടല്ലോ, എനിക്ക് ആശ്വാസമായി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഞാൻ റിലാക്സ്ഡായി, അത്രയ്ക്കും എനിക്ക് ആശ്വാസം. 1600-700 എന്തായിരുന്നു എൻ്റെ റാങ്ക്, കേരള റാങ്ക്. അപ്പോൾ നമ്മൾ 3rd റൗണ്ടിൽ ലോക്കാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അലോട്ട്മെൻറ്റ് കൊടുത്തു. നമ്മൾക്കിപ്പോൾ പുറത്തും നമ്മൾ കൊടുക്കാം, തമിഴ്നാട്ടിലും കൊടുത്തു, കേരളത്തിലും കൊടുത്തു. 2nd റൗണ്ടിൽ 1600 സ്പെഷ്യൽ സ്ട്രീയിൽ എറണാകുളം വരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഷഹാനയുടെ കൂടെ എറണാകുളത്ത് പോകണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ സങ്കടപ്പെട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു, വേറൊരു കോളേജ് കിട്ടി, അതെനിക്ക് ഒട്ടും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല. 3rd റൗണ്ടിലാണ് എനിക്ക് ഇവിടെ കിട്ടിയത്, തിരുവള്ളൂർ. അപ്പോൾ 3rd റൗണ്ടിൽ നമ്മൾ ലോക്കായി. ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞവർക്കൊക്കെ സ്പെഷ്യൽ സ്ട്രീയിൽ കേരളത്തിൽ പാലക്കാട്, ഇടുക്കി, കോന്നിയൊക്കെ കിട്ടിയിട്ടുണ്ട്, എറണാകുളം വരെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അതേ റാങ്കുള്ള ആൾക്കാർക്ക് 1600 സ്പെഷ്യൽ സ്ട്രീയിൽ എറണാകുളം വരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഷഹാനയുടെ കൂടെ എറണാകുളത്ത് പോകണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ആലോചിച്ച് അന്ന് നിസ്കാരപ്പായിൽ നിന്ന് എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു MBBS കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ചേർന്നതിന് ശേഷമാണ് ഞാനൊന്ന് എന്താ പറയുക, എൻ്റെ മനസ്സ് തുറന്ന് ഞാനൊന്ന് ജീവിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ആക്ച്വലി. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ വൈബ് കാര്യങ്ങളൊന്നുമില്ല. തൃശ്ശൂർ ഞാൻ പഠിച്ചിരുന്ന അത്ര വൈബൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ 3-3.5 വർഷം ഇതിനു വേണ്ടി കളഞ്ഞു എന്ന് പുറമേ ഉള്ളവർക്ക് തോന്നാം. അപ്പം നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും നമ്മൾ പകുതി വഴി വെച്ച് ഉപേക്ഷിക്കരുത്. ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് പ്രായമാകുമ്പോൾ, അന്ന് ഞാൻ ആ കോഴ്സിന് പോയിരുന്നെങ്കിൽ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക, എനിക്കിത് വേണോ വേണ്ടേ. അപ്പോൾ മനസ്സിന് വലിയ ഉറപ്പൊന്നുമില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം, എനിക്കിത് ശരിക്കും വേണോ, എനിക്കിത് ശരിക്കും വേണ്ടേ. അപ്പോൾ ശരിക്കും വേണമെന്നാണ് പറയുന്നെങ്കിൽ മുന്നോട്ടങ്ങോട്ട് പോവാം, എന്ത് വന്നാലും. ശരിക്കും വേണ്ട എന്നാണ് പറയുന്നെങ്കിൽ ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കാണ്ടിരിക്കുക. ഓക്കെ, ഇതൊരു മത്സരമൊന്നുമല്ല. ആദ്യം എത്തുന്ന ഡോക്ടർക്ക് ഇവിടെ സമ്മാനം അങ്ങനെ ഒന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ഓൾ ആർ ഡോക്ടേഴ്സ്. ഇവിടെ നമ്മൾ ആരാദ്യം എത്തി ആരവസാനം എത്തി എന്നുള്ളതൊന്നുമല്ല കാര്യം. നമ്മളൊരു ഡോക്ടറാവുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, ഇത് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആരാദ്യം എത്തി ആരവസാനം എത്തി എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. ആക്ച്വലി ഇത് MBBSനെ പറ്റി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ കൂടെ പഠിച്ച പലരും പല വഴിക്ക് എത്തിയിട്ടുണ്ടാവും. ചിലവർ ചെറിയ പ്രായത്തിൽ ജോലി കിട്ടി സെറ്റിൽഡായി, ചിലവർ നല്ല രീതിയിൽ എത്തിയവരുണ്ടാകും, വീടൊക്കെ വാങ്ങി, അതവർക്ക് നല്ലത്. ഓക്കെ, നമ്മൾ ഇന്ന ആൾ ആദ്യം സെറ്റിൽഡായി, നമ്മൾ സെറ്റിൽഡായിട്ടില്ല, ഇതൊന്നും ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു മത്സരം അല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കാം. നമ്മൾ സന്തോഷമായിട്ട് മനസ്സ് തുറന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്യാം. ഓക്കെ, എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ എനിക്ക് വേണ്ടത് എനിക്ക് ഈ കോഴ്സായിരുന്നു. MBBS എന്ന് പറയുന്നത് നോട്ട് സൺഷൈൻസ് ആൻഡ് സൺഫ്ലവേഴ്സ് എന്നൊക്കെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ MBBS എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പഠിക്കാനുള്ള ഒരു സാധനമാണ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ എന്നിട്ടും എനിക്കിത് പഠിക്കണം, എനിക്കിത് ചെയ്യണം, എനിക്ക് ഇന്ന പോലെ ആവണം എന്നൊരു സംഭവം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരു സംഭവം വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരാളെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കാര്യവും ചെയ്യരുത്. നമുക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ പിന്നാലെ പോവാം. ബാക്കി കുറേ പേര് പോകുന്ന വഴി കണ്ടിട്ട് നമ്മളൊരു വഴിയിലൂടെ പോരുത്. നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്തായാലും നമുക്ക് അതിനൊരു റിസൾട്ട് തരാണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ റെഡി ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ നീറ്റ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം നീറ്റ് എഴുതുന്ന എല്ലാവർക്കും, നിങ്ങൾ റിപ്പീറ്റർ ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, ഫസ്റ്റ് ചാൻസ് ആയിക്കോട്ടെ, എല്ലാവരും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള കുട്ടികളായിട്ട് നമ്മുടെ മാർക്ക് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഈ സമയത്ത് കൂളായിട്ടിരിക്കുക. ആൻഡ് നീറ്റ് എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.